അവരോട് നല്ല ഭരണം കാഴ്ചവെക്കണം. പ്രത്യേകിച്ച് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. പക്ഷപാതം ഇല്ലാതെ പ്രവർത്തിക്കണം. പ്രത്യേകിച്ച് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പാർട്ടിയൊന്നും ഉണ്ടാവരുത്. ഒരാള് ഇപ്പോ UDF സ്ഥാനാർത്ഥിയായി ജയിക്കുന്നു, LDF സ്ഥാനാർത്ഥിയായി ജയിക്കുന്നു, BJP സ്ഥാനാർത്ഥിയായി ജയിക്കുന്നു വിചാരിക്കുക. അവർ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാനും നന്മ ചെയ്യാനും പഠിക്കണം. അങ്ങനെയായിരിക്കും ജനാധിപത്യ രീതി. അതാണ്. പക്ഷെ പലപ്പോഴും നടക്കുന്നത് എന്റെ പാർട്ടി എന്റെ അങ്ങനെയുള്ള ചിന്തകളിലേക്കൊക്കെ വരും. അത് പാടില്ല. സഭയായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള ലൈസൻസിൽ ഭേദഗതി വരുത്തിയിരുന്നു. അത് പല സംഘടനകളെയും പല സന്നദ്ധ സംഘടനകളെയും ബാധിക്കും. വിഷയം ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ അടുത്തൊക്കെ പറയുന്നുണ്ടോ? അത് നമ്മളുടെ CBCI ലെവൽ, CCBI ലെവലിലൊക്കെ അവിടെ പ്രധാനമന്ത്രിയുമായിട്ടും മറ്റുള്ളവരുമായിട്ടൊക്കെ അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ധാരാളം ആളുകൾ ഉണ്ട്. അവര് നമ്മുടെ പ്രധാനമന്ത്രിയെ അതുപോലെ മറ്റുള്ള ആഭ്യന്തരമന്ത്രിയെ ഒക്കെ കണ്ട് സംസാരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അല്പം മാറ്റം ഉണ്ടായാൽ നന്നായിരിക്കും. കാരണം അത് വേണമെങ്കിൽ മറ്റുള്ള പ്രത്യേകിച്ച് ഈ പോലീസ് ഓഫീസർമാർക്കൊക്കെ അത് ദുരുപയോഗം നടത്താൻ പറ്റും. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് ഇവിടെ പലപ്പോഴും നടക്കുന്നത് അനുരഞ്ജനത്തിന്റെ മാർഗമല്ല, മറിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഇവര് ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പാർട്ടിക്കാരെല്ലാവരും പിന്നീട് അവരുടെ വീട്ടിലൊരു കല്യാണോ അതുപോലെ എന്തെങ്കിലും കിട്ടിയ അവർ പോകാറുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവർ ഫ്രണ്ട്ലിയാണ്. പക്ഷെ എന്നാലും ഈ പ്രസംഗത്തിലൂടെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഞങ്ങൾ ഭയങ്കര വൈരികളാണ്, ഞങ്ങൾ ഭയങ്കര ശത്രുക്കളാണെന്നുള്ള ഇതാണ്. ആ നിലപാട് മാറ്റിയിട്ട് ഇത് രാജ്യത്തിന് ഗുണം വരുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ജനങ്ങൾ തമ്മിൽ ഒരുമിപ്പിക്കുന്ന, കൂട്ടായ്മയിൽ വളർത്തുന്ന, ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയുന്ന പ്രസ്ഥാനങ്ങളായി തീരണം പാർട്ടി. എന്താ പറഞ്ഞത്? വിശ്വാസികളെ സംബന്ധിച്ച് പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. എല്ലാ സ്ഥാനാർത്ഥികളും വന്ന് കാണുന്നു. അതെ. സഭാതലം എന്നുള്ള നിലയ്ക്ക് അവരോട് എന്താ പറയാനുള്ളത്? വിശ്വാസികളോട് എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസികളോട് പറയാറുണ്ട്? അതായത് ഒരു മെത്രാപ്പോലിത്തയ്ക്ക് പാർട്ടിയൊന്നുമില്ല, കക്ഷിയുമില്ല. അതായത് നമ്മൾക്ക് സമദൂര സിദ്ധാന്തമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പോ UDFന് വേണ്ടി വോട്ട് ചെയ്യണമെന്നോ LDFന് വേണ്ടി വോട്ട് ചെയ്യണമെന്നോ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്നോ പരസ്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ പലതരത്തിലുള്ള ആളുകളാണ്, പല പാർട്ടിയിലും ഉണ്ട്. അപ്പൊ അവരെയൊക്കെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ പറയും നിങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യ്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. സാധാരണ മനസാക്ഷി അനുസരിച്ച് പോട്ടെ എന്നുള്ളതാണ് നമ്മൾ സാധാരണ കാണിക്കാറ് പതിവ്. അല്ലെങ്കിൽ എന്താ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ UDFന് വേണ്ടി വാദിക്കുകയാണെങ്കിൽ LDFിലുള്ള ആളുകൾ നമുക്ക് കുറേ ഉണ്ട്. അവർ പറയും അതിന്റെ പിതാവ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പറഞ്ഞാലും അങ്ങനെ തന്നെ ചോദിക്കും. അപ്പോൾ നല്ലത് നമുക്ക് നിഷ്പക്ഷമായിട്ട് നമ്മൾ നിൽക്കുക, എല്ലാവരെയും സ്നേഹത്തോടെ സ്വീകരിക്കുക, ജയിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം, അതുവഴി ചെയ്യാൻ സാധിക്കും. കേരളത്തിന്റെ പുറത്ത് പ്രേക്ഷിത പ്രവർത്തനം, സുവിശേഷ പ്രവർത്തനമൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്നു. പലയിടത്തും ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പള്ളികൾ വാൻഡലൈസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് അതൊക്കെ വിശ്വാസികൾ ഓർക്കണമെന്ന് പറയുന്നുണ്ടോ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ നാട്ടിൽ തന്നെ ചില കാര്യങ്ങൾ നടക്കും. അത് ഗവൺമെന്റ് ഭരിക്കുന്നവരൊന്നും അറിയണമെന്നില്ല. ചില ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടാവും, അവര് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ ആ യൂണിറ്റിയൊക്കെ കളയാണ്. അത് ഒരുപക്ഷെ കൊച്ചു കൊച്ചു ഗ്രൂപ്പുകളായിരിക്കും. അത് ചിലപ്പോൾ ഞാൻ പറയാ ഗവൺമെന്റ് അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഭരണത്തിലിരിക്കുന്നവർ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. പക്ഷെ ജനങ്ങൾ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇല്ലാതായിക്കാൻ നല്ലതാണ്. അത് ഭരണത്തിലിരിക്കുന്നവർ പറയണം, അത് പാടില്ല, ചെയ്യാൻ പാടില്ല, നമ്മളൊന്നാണ്. ആ സന്ദേശം അവർ കൊടുക്കാൻ പറ്റും. കാണാൻ വരുന്ന സ്ഥാനാർത്ഥികളോടൊക്കെ ഇത് പറയുന്നുണ്ട്. കാണാൻ വരുന്നവരോടൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചായയൊക്കെ കൊടുക്കും. പിന്നെ
അവരുമായിട്ട് നന്നായിട്ട് സംസാരിക്കും. അവരോട് പറയാറുണ്ട് എല്ലാവർക്കും ജനനന്മയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അത്തരം സംഭവങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാൻ ഭരണകൂടങ്ങൾ തന്നെയല്ലേ നടപടി സ്വീകരിക്കേണ്ടത്? അത് സ്വീകരിക്കണം, തീർച്ചയായിട്ടും ഭരണകൂടങ്ങൾ. മദ്യനയം ഒരു വിഷയമാണ്. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ അനീതി അവസാനിപ്പിക്കണം, അനീതിയില്ലാത്ത ഒരു സമൂഹം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ അത് രാഷ്ട്രീയക്കാര് സ്വജനപക്ഷപാതം നേർന്നു എന്നുള്ള ഒരു വിമർശനം ബിഷപ്പിനുണ്ടോ? സ്വജനപക്ഷപാതം അങ്ങനെ എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല, നമുക്ക് അനുഭവങ്ങളൊന്നുമില്ല. പക്ഷെ ചിലപ്പൊക്കെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചിലവരാകാറുണ്ട്, എല്ലാവരും അല്ല. ചിലർ അവരുടെ ആളുകൾക്ക് മാത്രമേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയുള്ളൂ, മറ്റുള്ളവരെ 10 പ്രാവശ്യം നടത്തിക്കും, മറ്റുള്ള അങ്ങനെയൊക്കെ നടത്താൻ സാധിക്കും ചിലർക്ക്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, അതിനെക്കുറിച്ചൊന്നും പറയാറില്ല. തുടർ ഭരണോ എന്ത് ഭരണോ ആയിക്കോട്ടെ എന്നുള്ളതാണ് നമ്മളുടെ. അല്ല, മദ്യം ഇപ്പൊ മദ്യം കഴിക്കുന്നവർ കഴിക്കട്ടെ, നമ്മൾക്കിപ്പോൾ അത് നിരോധിക്കാൻ നമ്മുടെ ഇവിടെ നാട്ടിൽ നിരോധിച്ചിട്ടില്ല. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. പക്ഷെ നിങ്ങൾക്കറിയാം ഗുജറാത്തിലൊന്നും മദ്യമില്ല അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെ ഒരു ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും മറ്റുമായിട്ട് മദ്യമൊക്കെ ഉണ്ട്. പക്ഷെ എല്ലായിടത്തും മദ്യഷാപ്പുകളൊക്കെ തുടങ്ങുക, എപ്പോഴും മദ്യം ഇങ്ങനെ അപ്പൊ അതിന്റെ ലഭ്യത കുറച്ച് കുറയ്ക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആ ആശയമാണ് നമ്മൾ പറയുന്നത്. എന്തോ അത് അവര് ഓരോ ഇഷ്യൂ ഉണ്ടാക്കി ഇങ്ങനെ സംസാരിക്കുന്നതല്ലേ. എനിക്ക് തോന്നുന്നില്ല അതിൽ എന്തെങ്കിലും കാമ്പിടുന്നുള്ളത്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു വശത്തുനിന്ന് അങ്ങോട്ടടിക്കും ഇങ്ങോട്ടും അടിക്കും. അതൊക്കെ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്. വേറെയൊക്കെ ആകണമായിരുന്നു. ഇപ്പൊ കൂടുതൽ ഈ ഡീല് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതാണ് പ്രശ്നം. സഭ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ചില പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിൽ കുറെ എയ്ഡഡ് സ്കൂളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിയമനമൊക്കെ ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പരിഹരിക്കണമെന്ന് പലതവണ എല്ലാ സഭകളും ആവശ്യപ്പെട്ടാണ്. പക്ഷെ ഇതുവരെ ഒരു ഫൈനൽ ഇത് വന്നിട്ടില്ല. അത്തരം വിഷയങ്ങളൊക്കെ ആളുകൾ ആലോചിക്കില്ല വോട്ട് ചെയ്യുമ്പോൾ. അത് ആളുകൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഇപ്പൊ LDF ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ, കുറേ പേപ്പറുകളൊക്കെ ശരിയാക്കി, കുറേ പേരുടെ തസ്തികകളൊക്കെ ശരിയാക്കിയുണ്ടായി. അതുപോലെ നമുക്ക് ഉള്ളതില്ല എന്ന് പറയാൻ പറ്റില്ല. അത് അവർ എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വളരെ വൈകിപ്പോയി എന്ന് മാത്രം, നേരത്തെ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നം നമ്മുടെ സ്കൂളുകളിൽ നിലനിൽക്കുന്നില്ല എന്നുള്ള ഞാൻ അറിയുന്നത്. കുറേയൊക്കെ പരിഹരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും പരിഹരിക്കാനൊക്കെ ഉണ്ട്. അതെപ്പോഴും ഉണ്ടല്ലോ, പ്രശ്നങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു പ്രശ്നം തന്നെ ഉണ്ടാവാനുള്ള സാഹചര്യം ഇല്ലായിരുന്നല്ലോ. കാരണം വേണമെങ്കിൽ അതൊക്കെ തീർത്ത് കളയാവുന്നതാണ്.